ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് സെപ്റ്റംബർ 25 ബുധനാഴ്ച, വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 18-ഉം 31-ാം അധ്യായത്തിൻ്റെ 22, 23, 24 വാക്യങ്ങളും നമുക്ക് ധ്യാന വിഷയമാക്കി എടുക്കാം. അവർ കാലികളെയും ആടുമാടുകളെയും തെളിച്ചുകൊണ്ട് പഥനരാമിൽ വെച്ച് സമ്പാദിച്ച സകല സ്വത്തുക്കളുമായി കാനാൻ ദേശത്ത് തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ലാബാൻ ആടുകളുടെ രോമം വെട്ടാൻ പോയിരിക്കുകയായിരുന്നു. 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യാക്കോബ് ഒളിച്ചുപോയ കാര്യം 3-ാം ദിവസമാണ് ലാബാൻ അറിഞ്ഞത്. തൻ്റെ സഹോദരന്മാരെയും കൂട്ടി ലാബാൻ 7 ദിവസം യാക്കോബിനെ പിന്തുടർന്നു. മലമ്പ്രദേശമായ ഗലയാദിൽ വെച്ച് അവൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അരമായനായ ലാബാനോട് പറഞ്ഞു: നല്ലതോ ചീത്തയോ ആയ ഒരു വാക്ക് പോലും യാക്കോബിനോട് പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. പ്രിയമുള്ളവരെ, ഇവിടെ വ്യക്തമായ ചില ചിന്തകൾ നമുക്ക് ദൈവം തരുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ വാക്കനുസരിച്ചാണ് യാക്കോബ് അവിടെ വിട്ടുപോരാൻ തീരുമാനിച്ചത്. അവൻ അതനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. എന്നാൽ ശത്രുവിനോടെന്നതുപോലെ അവനെ തിരക്കി പിടിച്ച് ആളും ആയിട്ട് ചെന്ന് തിരക്കി അവനെ കണ്ടെത്തുന്ന ലാബാനെ നമുക്കിവിടെ കാണാം. എന്നാൽ അവൻ്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് യാക്കോബിനെ വിളിച്ച ദൈവം ലാബാന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുക: നല്ലതോ ചീത്തയോ ആയ ഒരു വാക്ക് പോലും യാക്കോബിനോട് നീ പറയരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമുക്കിവിടെ മനസ്സിലാക്കാം. വിളിച്ച ദൈവം നമ്മളെ അനാഥരായി വിടുകയില്ല. നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിലെ, നമ്മുടെ പ്രയാസങ്ങളുടെ നടുവില് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. യാക്കോബിനോട് ദൈവം ചെയ്തത് തന്നെ നമ്മളോടും ഇന്ന് ചെയ്യും. നമ്മൾ വിശ്വസ്തത പുലർത്തിയാൽ, ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ പോയാൽ, എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, ഭയങ്കരമായ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും, രോഗത്തിന് അടിമപ്പെട്ടിട്ട് തകർന്നു പോകും, ഇനി രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുമ്പോഴും, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടി അവൻ സന്തോഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ നമ്മുടെ ചിന്തയിലേക്ക് ദൈവം തരുന്നത് കർത്താവിൽ ആശ്രയിക്കുക. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നിന്നെ കൈവിടുകയില്ല. നിന്റെ കൂടെ ഉണ്ടായിരിക്കും. രാത്രിയിലോ പകലോ നിന്റെ കൂടെ നിന്നെ സംരക്ഷിക്കുവാൻ, ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ ശത്രുവിനോട് ഇടപെടുന്ന ദൈവം. പ്രിയമുള്ളവരെ, സമാധാനമായ ഒരു പര്യവസാനം അത് നമുക്ക് അടുത്ത ലക്കത്തിൽ നമുക്ക് കാണാം. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ തിരുഹിതം മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.